മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി സംസ്ഥാന തലത്തിൽ ആരംഭിച്ചതോടെ കേരള പോലീസിന്റെ മുഖച്ഛായ മാറ്റുന്ന വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്കാണ് ഇന്ന് തുടക്കമായത്. ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സ്റ്റേഷൻ ഭരണം വീണ്ടും SIമാരിലേക്ക് തിരിച്ചെത്തുകയാണ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പദ്ധതികളുടെ ഭാഗമായി നവീകരിച്ച് പുതിയ പെയിന്റ് അടിച്ച് അടിമുടി മുഖച്ഛായ മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നടക്കുന്നത് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ പോലും മാതൃകയായി അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം പൂർണ്ണമായ സഹകരണമാണ് അതിന് വാഗ്ദാനം നൽകിയത്. തീർച്ചയായും മയക്കുമരുന്നിൽ നിന്ന് കേരളത്തിന്റെ യുവത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ ശ്രമങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ. പ്രധാനപ്പെട്ട 64 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരുക. കസ്റ്റഡി മർദ്ദനങ്ങളും അനധികൃത തടവുകളും പൂർണ്ണമായി ഒഴിവാക്കി പൂർണ്ണമായും ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ നടപ്പിലാക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. 20 വർഷം പിന്നിട്ട ജനമൈത്രി സുരക്ഷാ പദ്ധതി ആധുനികവൽക്കരിക്കുക എന്നതിനൊപ്പം പരാതികളും FIRകളും DGPയുടെ നേതൃത്വത്തിൽ ഡിജിറ്റലായി നേരിട്ട് നിരീക്ഷിക്കപ്പെടും. പൊതുജനങ്ങളുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ DIGമാരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര സംവിധാനവും നിലവിൽ വരും. പദ്ധതിയുടെ ഭാഗമായി വടകര റൂറൽ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ നവീകരിച്ച് പുതിയ പെയിന്റ് അടിച്ച് അടിമുടി മുഖച്ഛായ മാറ്റിയിരിക്കുകയാണ്. വടകര ഒഴികെ റൂറൽ ജില്ലയിലെ ബാക്കി എല്ലാ സ്റ്റേഷനുകളിലും നാളെ മുതൽ SIമാർ SHO ചുമതല ഏറ്റെടുക്കും. സുതാര്യവും ജനകീയവുമായ ഒരു പുതിയ പോലീസ് സംസ്കാരത്തിനാണ് ഈ പദ്ധതിയിലൂടെ സംസ്ഥാനം തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഉദ്ഘാടനം വടകര പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലും ബിഗ് സ്ക്രീനിൽ തത്സമയം സംപ്രേഷണം നടന്നു.